ഒരു വിശ്വാസി കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതോടെ രണ്ടുപേരെങ്കിലും അവനെ താങ്ങുവാനുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നർത്ഥമാക്കിയാൽ മതി. ദൈവത്തിന്റെ സഭ അവർക്ക് കൈത്താങ്ങ് കൊടുക്കുവാനുണ്ടാകും. ഏറെ താമസിയാതെ തങ്ങളെപ്പോലുള്ള മറ്റുള്ളവരുമായി അവർ കൂട്ടായ്മ ആചരിക്കുവാൻ തുടങ്ങും. അതിനുശേഷം സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ ഏറെക്കാലം തുടരുവാൻ കഴിയുന്നതല്ല. നമ്മുടെ മേൽ മറ്റൊരു കല്ല് ഏറെ താമസിയാതെ വന്നു കയറും. നാം അല്പം കാലം കഴിയുമ്പോൾ, വിശ്വാസത്തിൽ വന്ന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, നമ്മുടെ തലയിൽ പൂർണ്ണമായല്ല മറ്റൊരു കല്ലിന്റെ പകുതി ഭാരമെങ്കിലും നമ്മുടെ തലയിൽ വരും. അല്പം കൂടെ കഴിയുമ്പോൾ അടുത്ത് മറ്റൊരു കല്ലിന്റെയും പകുതി ഭാരം വരും. നമ്മെ രണ്ടുപേർ ചുമക്കുന്നത് പോലെ നാം രണ്ടുപേരെ ചുമക്കേണ്ടതായ ഒരവസ്ഥ അവിടെ വരും. നാം രണ്ടുപേരെ ചുമക്കുന്നു, നമ്മെ രണ്ടുപേർ ചുമക്കുന്നു. നമുക്ക് മുമ്പേ വിശ്വാസത്തിൽ വന്നതായ രണ്ടുപേർ നമ്മെ ചുമക്കുമ്പോൾ നമുക്ക് പിന്നാലെ വിശ്വാസത്തിൽ വന്നതായ രണ്ടുപേരെ നാം ചുമക്കേണ്ടതായി വരുന്നു. എന്നാൽ പൂർണ്ണമായി അവരെ നാം ചുമക്കുന്നില്ല. അതിന്റെ ഭാഗികമായ ഭാരം മാത്രമേ നമ്മുടെ തലമേൽ വരുന്നുള്ളൂ. അതോടൊപ്പം നമ്മോടൊപ്പം വിശ്വാസത്തിൽ വന്നതായ രണ്ടുപേര് വലതും ഇടത്തുമുണ്ട്. അവരുമായി നാം കൂട്ടായ്മ ആചരിക്കുന്നു. അങ്ങനെ താഴെയും മുകളിലും വശങ്ങളിലും നാം കൂട്ടായ്മയുള്ളവരായി മാറുന്നു. ഒരു ചതുരക്കല്ലാണെങ്കിൽ അതിന് 6 വശങ്ങളുണ്ട്. അതിൽ അടിയിലുള്ള ഭാഗം, അവിടെയാണ് രണ്ടുപേർ നമ്മളെ താങ്ങുന്നത്. മുകളിലുള്ള ഭാഗത്ത് രണ്ടുപേരെ നാം താങ്ങുന്നു. വശങ്ങളിലുള്ള ആ 2 ഭാഗം അതുപയോഗിച്ച് ഇടവും വലവുമുള്ള കല്ലുകളുമായി നാം കൂട്ടായ്മ ആചരിക്കുന്നു. ഇനിയും 2 വശങ്ങളാണ് അവശേഷിച്ചിട്ടുള്ളത്. ഒന്ന് അകത്തേക്ക് നോക്കുന്നു, ഒന്ന് പുറത്തേക്ക് നോക്കുന്നു. ദേവാലയത്തിനകത്തേക്ക് നോക്കുന്നതായ ആ ഭാഗത്തിന് ദൈവത്തിന്റെ തേജസ് കാണുവാൻ കഴിയും. ദൈവാലയത്തിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ദൈവാലയത്തിന് ഉള്ളിലുള്ളതായ ദൈവ തേജസ്സുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വിശ്വാസിക്കുള്ളത്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ദൈവവുമായുള്ള ബന്ധം വിട്ടു നിൽക്കുവാൻ സാധ്യമല്ല. ആരെങ്കിലും പറയുകയാണ്, ഞാൻ കുറച്ചു കാലം ദൈവവുമായി ബന്ധമില്ലാതെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ല് ദൈവാലയത്തിന്റെ കല്ലല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. ദൈവാലയത്തിന്റെ കല്ലായിരുന്നു അതെങ്കിൽ ദൈവവുമായി ബന്ധമില്ലാതെ അതിന് ജീവിക്കാൻ കഴിയുന്നതല്ല. ദൈവാലയത്തിന്റെ കല്ല് വെളിമ്പറമ്പിൽ കിടക്കുന്ന കല്ല് പോലെ ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലായിരിക്കാൻ കഴിയുന്നതല്ല. ദേവാലയത്തിന്റെ കല്ല് ദൈവത്തിന്റെ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിലുള്ള ദൈവതേജസ്സുമായി നിരന്തര ബന്ധത്തിലാണ്. ഇനി 6ാമത്തെ ഒരു വശം, അതുമാത്രമേ പുറം ലോകവുമായി ബന്ധമുള്ളൂ. വെളിമ്പറമ്പിൽ കിടന്ന കാലത്ത് ഒരു വശം കൊണ്ട് ഭൂമിയുമായുള്ള ബന്ധം, ബാക്കിയുള്ള എല്ലാ വശങ്ങളും കൊണ്ട് ലോകവുമായി ബന്ധപ്പെട്ടിരുന്നു. അതാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം. അവന് ദൈവവുമായി ബന്ധമില്ല, കൂട്ടായ്മ ഉണ്ടായേ മതിയാകൂ എന്നില്ല. ഒരു വശം കൊണ്ട് ഭൂമിയുമായും മറ്റെല്ലാ വശം കൊണ്ടും ലോകവുമായും ബന്ധപ്പെട്ട് അവൻ ഒറ്റയ്ക്ക് വേണമെങ്കിലും കിടക്കാം, കൂട്ടുകൂടി വേണമെങ്കിലും ആകാം. എന്നാൽ ദൈവാലയത്തിലെ കല്ലുകൾ അങ്ങനെയല്ല. ഒരു വശം ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മറുവശം കൊണ്ട് മാത്രമേ ലോകവുമായി ബന്ധപ്പെടുന്നുള്ളൂ. 6ൽ ഒരു വശം മാത്രമേ പുറം ലോകവുമായി ബന്ധപ്പെടുന്നുള്ളൂ. അങ്ങനെ 6ൽ ഒരു വശം പുറം ലോകവുമായി ബന്ധപ്പെടുകയും 6ൽ ഒന്നുകൊണ്ട് ദൈവവുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേർ നമ്മെ താങ്ങുന്നു. ഇടതും വലതുമുള്ള കല്ലുകളോട് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നു, മുകളിലുള്ളതായ കല്ലുകളെ നാം താങ്ങുന്നു. ഈ വിധത്തിൽ ആയിരിക്കുന്ന കല്ലുകൾ മാത്രമാണ് ദൈവത്തിന്റെ സഭയിലെ കല്ലുകൾ എന്ന വസ്തുത നാം മനസ്സിലാക്കിയിരിക്കണം. വെളിമ്പറമ്പിൽ കിടന്ന അവസ്ഥയും ദൈവാലയത്തിലെ കല്ലായി തീർന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസവും ഇവിടെ ശ്രദ്ധേയമാണ്. വെളിമ്പറമ്പിൽ കിടന്നതായ സമയത്ത് നമുക്ക് വ്യക്തമായ ഷേപ്പില്ല. വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ ഏത് വലിപ്പത്തിലോ കിടക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വെളിമ്പറമ്പിൽ കിടക്കുന്നതായ കല്ലുകൾക്ക് കൂട്ടായ്മ ഉണ്ടായേ മതിയാകൂ എന്നില്ല. അതിനൊറ്റയ്ക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ഷേപ്പിലുള്ള കല്ലുകളോടൊപ്പം കിടക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്ത് കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അതിന് ലോകവുമായി ഇഷ്ടം പോലെ ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു വശം കൊണ്ട് ഭൂമിയുമായുള്ള ബന്ധം, മറുവശം കൊണ്ടെല്ലാം ലോകവുമായുള്ള ബന്ധം. സമീപത്ത് കല്ലുകൾ ഉണ്ടെങ്കിൽ അവയുമായി ബന്ധം, കല്ലുകൾ ഇല്ലെങ്കിൽ അവയ്ക്ക് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുവാൻ കഴിയും. എന്നാൽ ദൈവസഭയിൽ അത് സാധ്യമല്ല. ദൈവസഭയിലേക്ക് ഒരു വിശ്വാസി കടന്നു വരുന്നതോടെ, ഒരു വ്യക്തി കടന്നു വരുന്നതോടെ ആ വ്യക്തിക്ക് ക്ലിപ്തമായ ഷേപ്പ് ഉണ്ടാകുന്നു. ഇഷ്ടം പോലെ ജീവിക്കാൻ ദൈവസഭയിൽ അനുവാദമില്ല. കൂട്ടായ്മ എന്നത് ഒരു തരത്തിലൊരു ബന്ധനമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ബന്ധനത്തിന് അതിൻ്റെതായ നല്ല വശമുണ്ട്. രണ്ടുപേർ നമ്മെ താങ്ങാനുണ്ട്. നാം രണ്ടുപേരെ താങ്ങുന്നുണ്ടെന്നത് വാസ്തവമാണ്. അതേസമയം തന്നെ രണ്ടുപേരുമായി നാം കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്. ഈ 2 എന്ന് ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല, ഒന്നിലധികം എന്ന അർത്ഥത്തിൽ എടുക്കുവാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്.
ഒരു വശം കൊണ്ട് ദൈവസഭയുമായി നിരന്തരം ബന്ധപ്പെടുന്നു, ദൈവ തേജസ്സുമായി ബന്ധപ്പെടുന്നു, ദൈവവുമായുള്ള ബന്ധം ഒരിക്കലും വിട്ടുകളയുന്നില്ല. മറുവശം കൊണ്ട് ലോകവുമായി ബന്ധപ്പെടുന്നു. ഒരിക്കലും ദൈവത്തെ വിട്ട് ലോകവുമായോ ലോകത്തെ വിട്ട് ദൈവവുമായോ ദൈവവിശ്വാസികൾ ബന്ധപ്പെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. പലരും ധരിക്കുന്നത് പോലെ ഈ ലോകവുമായി പൂർണ്ണമായി വിട്ടുകൊണ്ട് ലോകവുമായി ഒരു വിധത്തിലുള്ള ബന്ധവുമില്ലാതെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നത് തെറ്റിദ്ധാരണയാണ്. 6 വശം കൊണ്ട് നമുക്ക് ലോകവുമായി ബന്ധപ്പെടാം. പത്രോസ്, പൗലോസ്, യോഹന്നാൻ തുടങ്ങിയവരുടെ ജീവിതം നാം പരിശോധിക്കുക. അവർ തികഞ്ഞ ദൈവദാസന്മാർ തന്നെയായിരുന്നു. പക്ഷേ അവർ ഈ ലോകത്ത് തന്നെ ജീവിച്ചു. ലോകവുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ലോകവുമായി ഇണയില്ലാ പിണ അവർ കൂടിയില്ലെങ്കിലും ലോകവുമായി ബന്ധമുണ്ടായിരുന്നു. ഒരു വിശ്വാസിക്ക് ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതല്ല. സന്യാസ ജീവിതം എന്നത് വിശ്വാസിയുടെ പദ്ധതിയിലുള്ളതല്ല. വിശ്വാസ ജീവിതത്തിന് അത് സാധ്യമല്ല. ദൈവവചനം അത് ഉപദേശിക്കുന്നില്ല. ലോകവുമായി ബന്ധപ്പെട്ട് തന്നെ നാം ജീവിക്കണം. അത് പക്ഷേ ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷമല്ല, ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന വസ്തുതയും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ശുശ്രൂഷക വൃന്ദമുണ്ടായിരുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ദൈവസഭയിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാർ അതായത് അധ്യാപകരുണ്ട്. ഈ വിധത്തിലുള്ള 5 വിധത്തിലുള്ള ശുശ്രൂഷകളാണ് ദൈവവചനത്തിൽ കാണുന്നത്. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. പ്രാദേശിക സഭ മാത്രമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി അവൻ രക്ഷിക്കപ്പെട്ടവനായിത്തീരുന്നു. ഈ വിധത്തിൽ രക്ഷിക്കപ്പെടുന്നതായ വ്യക്തി പ്രാദേശിക അടിസ്ഥാനത്തിൽ കൂട്ടായ്മ ആചരിക്കണം എന്നത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. ആ വിധത്തിലുള്ള കൂട്ടായ്മ തന്നെ പോലെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളുമായി മാത്രം ആയിരിക്കണമെന്നതും ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. വേർപാട് എന്നത് ദൈവവചനത്തിന്റെ അലംഘനീയമായ കൽപ്പനകളിൽ ഒന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത് കൊണ്ട് വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. എന്നാൽ വേർപാട് എന്നത് ദൈവസഭയുടെ ഉപദേശത്തിന്റെ കാതലായ ഒന്നാണ് എന്ന് മാത്രം ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്ന് നാം പഠിച്ചതിന്റെ ചുരുക്കം ഇതാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഏകനായി നിലനിൽക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് അവൻ ഏകനായിട്ടാണ്. അത് സ്വന്തം തീരുമാനമാണ്, ഒരു സമൂഹമായി അല്ല. ഒരു വ്യക്തി അവന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, യേശുവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറുന്നു. അപ്രകാരം രക്ഷിക്കപ്പെട്ട വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം മാമോദീസ സ്വീകരിക്കുന്നതായ വ്യക്തികൾ, സ്നാനമേൽക്കുന്ന വ്യക്തികൾ പിന്നീട് കൂട്ടായ്മ ആചരിച്ചേ മതിയാകൂ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമാണെങ്കിലും അതിനു മുൻപോ അതിനുശേഷമോ നാം കൂട്ടായ്മ ആചരിക്കേണ്ടത് ആവശ്യമാണ്. കൂട്ടായ്മ കൂടാതെ ഒരു വിശ്വാസിക്ക് നിലനിൽപ്പില്ല. ഒരിക്കലും ഒരു രഹസ്യ ക്രിസ്ത്യാനിയായി ആരുമറിയാതെ സ്വന്തം വീട്ടിലോ ഏതെങ്കിലും ഏകാന്ത സ്ഥലത്തോ കഴിച്ചു കൂട്ടിയിട്ട് ഞാൻ വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് അവകാശപ്പെടാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടി കൂട്ടായ്മ ആവശ്യമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവന് കൂട്ടായ്മ ഒഴിവാക്കാനാവുന്നതുമല്ല എന്ന വസ്തുത മനസ്സിലാക്കിക്കൊള്ളുക. ഒരാൾ പറയുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, പക്ഷെ എനിക്ക് കൂട്ടായ്മ ആവശ്യമില്ല എന്നൊരു വ്യക്തി അവകാശപ്പെടുന്നു എങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവനേ അല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കിക്കൊള്ളുക. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കൂട്ടായ്മ ഒരിക്കലും ഒഴിവാക്കാനാവുന്ന ഒന്നല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ കുറഞ്ഞപക്ഷം അതിൽ വിശ്വസിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചേ മതിയാകും. നിങ്ങളെപ്പോലെ രക്ഷിക്കപ്പെടുകയും നിങ്ങളെപ്പോലെ സ്നാനപ്പെടുകയും നിങ്ങളെപ്പോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അവരെ കണ്ടുപിടിച്ച് അവരുമായി നിങ്ങൾ കൂട്ടായ്മ ആചരിക്കേണ്ടത് ആവശ്യമാണ്.
കൂട്ടായ്മയുടെ പേര് എന്ത് എന്നുള്ളതല്ല പ്രശ്നം. അതിന് പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉചിതമായ ദൈവവചനപ്രകാരം സ്വീകാര്യമായ ഒരു പേര് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പേരല്ല അവിടുത്തെ വിഷയം. കാരണം പ്രാദേശിക കൂട്ടായ്മയ്ക്ക് അപ്പുറമായി മറ്റൊന്നില്ല. വിശ്വാസി, പ്രാദേശിക കൂട്ടായ്മ, പ്രാദേശിക സഭ, അത്തരത്തിലുള്ള സഭകളുടെ അദൃശ്യമായ കൂട്ടായ്മയായ യൂണിവേഴ്സൽ ചർച്ച്, ഇത്ര മാത്രമേ ദൈവസഭയിലുള്ളൂ, ദൈവവചനത്തിലുള്ളൂ. അതിനപ്പുറമായി മറ്റേതെങ്കിലും ഒരു സംഘടനയുണ്ടാക്കി അതിന് പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ടാക്കി ഇതൊക്കെയാണ് ദൈവസഭ എന്നാരെങ്കിലും നിങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ അത്തരം വഞ്ചനയിൽ അകപ്പെടരുത് എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവവചനത്തിന്റെ പരിധി വിട്ട് നാം പുറത്തു പോകേണ്ടതില്ല. ദൈവവചനത്തോട് ഒന്നും നാം കൂട്ടേണ്ടതില്ല. ഒന്നും ദൈവവചനത്തിൽ നിന്നും എടുത്തു കളയേണ്ടതുമില്ല. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന, ദൈവവചനം വെച്ചിരിക്കുന്ന ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാത്തിടുന്നു. നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധി, നീതിയിൻ വാടമൂടികളും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ CD-യിൽ കാണുന്ന ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ബന്ധപ്പെടാവുന്നതാണ്. എന്റെ ടെലിഫോൺ നമ്പർ 214-278-4052. ടെലിഫോൺ നമ്പർ ഒരിക്കൽ കൂടെ 214-278-4052. ഈ ടെലിഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ കൂടെയും നിങ്ങൾക്ക് ബന്ധപ്പെടാം.